ചാവക്കാട് നഗരസഭയിൽ സമ്പൂർണ്ണ മാലിന്യ സംസ്കരണം ലക്ഷ്യമിട്ട് നിർമ്മിച്ച കേന്ദ്രീകൃത ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. NK അക്ബർ MLA അധ്യക്ഷനായി. മുമ്പ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള മുന്നേറ്റമാണ് നാടിനെ മാലിന്യമുക്തമാക്കാൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. മാലിന്യമലകൾ ഇല്ലാത്ത കേരളമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. മാലിന്യം മൂടിക്കിടക്കുന്ന 56 ഏക്കർ ഭൂമിയാണ് ഇതുവരെ സർക്കാർ തിരിച്ചെടുത്തത്. 110 ഏക്കർ വരുന്ന ബ്രഹ്മപുരത്ത് ഇപ്പോൾ 6,15,000 മെട്രിക് ടൺ മാലിന്യം പൂർണ്ണമായും നീക്കം ചെയ്തു. അസാധ്യമെന്ന് കരുതിയത് 1.5 വർഷം കൊണ്ടാണ് സാധ്യമാക്കിയത്. പ്രതിദിനം 150 ടൺ ജൈവമാലിന്യം സംസ്കരിക്കാൻ കഴിയുന്ന 100 കോടി രൂപയുടെ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ബ്രഹ്മപുരത്ത് പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. അതുപോലെയുള്ള പ്ലാന്റുകൾ ആരംഭിക്കുന്നതിനായി കൊച്ചിയിലും കൊല്ലത്തും കോഴിക്കോടും BPCLുമായി കരാർ ഒപ്പുവെച്ചു കഴിഞ്ഞു. പാലക്കാട് നിർമ്മിച്ച പ്ലാന്റ് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ബ്രഹ്മപുരം ഒറ്റപ്പെട്ട വിജയഗാഥയല്ല. ഗുരുവായൂരിന്റെ ചൂൽപ്പുറത്തെ ശവക്കോട്ട ഇന്ന് പൂങ്കാവനമായി മാറി. കൂരിപ്പുഴയിൽ മാലിന്യം നീക്കി സർക്കാർ വീണ്ടെടുത്തത് 14 ഏക്കർ ഭൂമിയാണ്. തൃശൂരിലെ ലാലൂരിൽ ഇപ്പോൾ സ്റ്റേഡിയവും സ്പോർട്സ് കോംപ്ലക്സും പ്രവർത്തിക്കുന്നു. 100 കോടി രൂപയുടെ മാലിന്യ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രവൃത്തി 20 സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നഗരങ്ങളിലുമുള്ള മാലിന്യക്കൂനകൾ മാറ്റുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാലിന്യമുക്ത നവകേരളത്തിനായി സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും സാധ്യമായതെല്ലാം ചെയ്തിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് ഇത്തരം ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റുകൾ. മാലിന്യ നിക്ഷേപത്തിനായി എല്ലാ പഞ്ചായത്തുകളിലും ബോട്ടിൽ ബൂത്തുകളും വേസ്റ്റ് ബിന്നുകളും സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഹരിതകർമ്മ സേനയും മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല മാലിന്യ നിർമ്മാർജ്ജനം. നാട് മാലിന്യമുക്തമാവാൻ ഓരോ വ്യക്തിയും സഹകരിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. പരപ്പിൻതാഴത്തുള്ള 50 സെന്റ് സ്ഥലത്ത് 5800 ചതുരശ്ര അടി വിസ്തൃതിയിലാണ് 1,15,00,000 രൂപ ചിലവഴിച്ച് കേന്ദ്രീകൃത ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ദൈനംദിന 3 മെട്രിക് ടൺ വരെ ജൈവമാലിന്യം സംസ്കരിക്കുന്നതിന് ശേഷിയുള്ള വിൻഡ്രോ കമ്പോസ്റ്റ് പ്ലാന്റാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതിലൂടെ ജൈവമാലിന്യത്തെ തികച്ചും ശാസ്ത്രീയമായി സംസ്കരിച്ച് പോഷക സമൃദ്ധമായ ജൈവവളമാക്കി മാറ്റാൻ സാധിക്കുന്നു. ചടങ്ങിൽ ചാവക്കാട് നഗരസഭാ ശുചിത്വ അംബാസിഡർ PT കുഞ്ഞുമുഹമ്മദ് മുഖ്യാതിഥിയായി. ചാവക്കാട് നഗരസഭ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PP റീഷ്മ റിപ്പോർട്ട് അവതരണം നടത്തി. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷാഹിന സലീം, ബുഷറ ലത്തീഫ്, അബ്ദുൾ റഷീദ്, അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, പ്രസന്ന രണദിവൈ, കൗൺസിലർ MR രാധാകൃഷ്ണൻ, നഗരസഭാ സെക്രട്ടറി MS ആകാശ്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. You're watching True Line News.